വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി AICC സമ്മേളനം. വഖഫ് ബില്ലിനു ശേഷം ക്രിസ്ത്യാനികളുടെ ഭൂമിയിലേക്കാണ് BJPയുടെ പിടി നീളുന്നത്. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും നേരെയുള്ള ആക്രമണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. वक्फ बिल फ्रीडम ऑफ रिलीजन पर आक्रमण है, कॉन्स्टिट्यूशन पर आक्रमण है. उसके एकदम बाद ऑर्गेनाइजर में लिखते हैं कि अब जो क्रिश्चियन कम्युनिटी है उनकी जमीन पर हम आक्रमण करने जा रहे हैं. और उसके बाद जो हमारे सिख भाई हैं आपके पास भी आएंगे. तो आप ये मत सोचिए कि ये आप पर आक्रमण नहीं है, और ये एंटी कॉन्स्टिट्यूशन है और एंटी फ्रीडम ऑफ रिलीजन एक्ट है, और ये देश के सब लोगों को मालूम होना चाहिए. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ BJP കടന്നു കയറുന്നത് പല മതങ്ങളിലേക്ക്, അതിന്റെ സ്വാതന്ത്ര്യങ്ങളിലേക്ക്, ഭരണഘടനയ്ക്കെതിരെയും മതസ്വാതന്ത്ര്യത്തിനെതിരെയുമുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മതത്തിനെതിരെ വഖഫ് എങ്കിൽ അടുത്തത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടി കടന്നു കയറുകയാണ്. ആ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. വഖഫ് ബില്ലിനെതിരായി പ്രമേയവും പാസാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് അത് ശക്തമായി ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്തത്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഒരു ബില്ല് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇത് നിയമപരമായി ഇപ്പോൾ നിയമമായിരിക്കുന്നു. അത് ഞാനത് പറഞ്ഞത് തെറ്റിയതാണ്. വിഷയമായി മാത്രം ഇത് കാണണ്ട, അടുത്തതായി ക്രിസ്ത്യൻ സമുദായത്തെയും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതാണ് ഓർഗനൈസറിൽ വന്ന ലേഖനം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനുശേഷം ഒരുപക്ഷെ സിഖ് മതത്തിലേക്ക് കൂടി അവരുടെ കൈകൾ നീളും എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി പറഞ്ഞു നിർത്തിയെടുത്തതെന്നാണ് പിന്നീട് മറുപടി പ്രസംഗത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായി ഇതിനെ കാണേണ്ടതില്ല, സംഭാവന നൽകാനുള്ള ഒരു ബോർഡാണ് ഈ വഖഫ് ബോർഡ്. അതിൽ നിന്ന് അതിൻ്റെ കിട്ടുന്ന ഭൂമി പിടിച്ചു വാങ്ങാൻ വേണ്ടി ചിലർ ശ്രമിക്കുമ്പോൾ, അതിനുള്ള ശ്രമം BJP നടത്തുമ്പോൾ അതിന് തടയേണ്ടതുണ്ട്. ബോർഡിലേക്ക് മുസ്ലിം സമുദായത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹവും പറയുന്നു. അങ്ങനെ വഖഫ് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് അത് കൂടുതൽ ശക്തമായി തന്നെ ആവർത്തിച്ച് ഒരു പ്രമേയം കൂടി പാസാക്കിയാണ് ചരിത്രപരമായി ഈ AICC സമ്മേളനം അഹമ്മദാബാദിൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ BJP തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയാണ്, EVMകളാണ് യഥാർത്ഥത്തിൽ തോൽവിക്ക് കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ മല്ലികാർജ്ജുൻ ഖർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയില്ല എന്ന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ മല്ലികാർജ്ജുൻ ഖർഗെ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ബാലറ്റിലേക്ക് മടങ്ങുക എന്നൊരാശയം അതിനോട് ചേരുന്ന വാക്കുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വൈകിട്ടും ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കൊപ്പം കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയുടെ ഈ പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും കൃത്യമായി ഒരു നിലപാട് പറയാൻ, ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോയി എന്നും അദ്ദേഹം പറയുന്നു. മതങ്ങളെ വേർതിരിച്ച് കാണാനും മതങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുമാണ് BJPയുടെ ശ്രമം എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ ചെറുക്കാൻ വേണ്ടി പ്രവർത്തകർ ഒന്നിച്ചു പോകണം എന്ന് പറയുന്നു. സംഘടനാ തലത്തിൽ ഏതായാലും DCCകൾക്ക് കൂടുതൽ അധികാരം നൽകും എന്ന കാര്യം രാഹുൽ ഗാന്ധിയും ഇന്ന് ആവർത്തിച്ചു. DCC പ്രസിഡന്റുമാർക്കും കമ്മിറ്റികൾക്കും കൂടുതൽ ഉത്തരവാദിത്വവും അധികാരവും നൽകും. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ ശബ്ദം ലഭിക്കും.